മക്കളെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കണ്ടിട്ടുള്ള മക്കൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിനേഷനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കറക്റ്റായിട്ട് മക്കൾ സാറിന് ശ്രദ്ധിക്കുക. സി എ ബി സി ഈസ് ആൻ ഐസോസലസ് ട്രയാങ്കിൾ വിത്ത് എ ബി ഈക്വൽ ടു എ സി. ആംഗിൾ എ ബി സി 50 ഡിഗ്രി. നമ്മളോട് എ ബി സി ഒരു സമപാർശ്വ ത്രികോണമാണ്. എ ബി ഈസ് ഈക്വൽ ടു എ സി, ആംഗിൾ എ ബി സി 50. നമുക്ക് ആ പിക്ചർ ഒന്ന് കണ്ടേക്കാം. ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളതാണ്. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ എ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസലസ് ട്രയാങ്കിളാണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. എ ബി ഈസ് ഈക്വൽ ടു എ സി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആംഗിൾ ബി 50 എന്ന് അവർ തന്നിട്ടുണ്ട്. ഈ വൈറ്റ് യെല്ലോ കളറിൽ എഴുതിയേക്കുന്നത് അവർ തന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് നോക്കാം. ഇതേണ്ടേ, നെയിം ദി 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ഇൻ ദിസ് പിക്ചർ. അതായത് ചിത്രത്തിലെ 2 ചക്രീയ ചതുർഭുജങ്ങളുടെ പേരെഴുതുക. ഇവിടെ ഏതൊക്കെയാണ് ചക്രീയ ചതുർഭുജങ്ങൾ? അല്ലെങ്കിൽ എ ബി ഇ സി, ഇതൊരെണ്ണം എ ബി ഇ സി. അടുത്തത് ബി ഡി സി ഇ, ബി ഡി സി ഇ. ഇത് രണ്ടുമാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററിൻ്റെ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ഈ 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ഡി? അതായത് കോൺ ഡിയുടെ അളവ് എന്താണ്? നമുക്കൊന്ന് നോക്കാം. ഈ ഡി എന്ന് പറയുന്ന കോൺ നമ്മൾ കാണണം. നമുക്ക് ആകെപ്പാടെ തന്നിരിക്കുന്നത് ആംഗിൾ ബി ആണ് 50 ഡിഗ്രി. പക്ഷെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എ ബി ഈസ് ഈക്വൽ ടു എ സി. അതൊരു ഐസോസലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് ഈ എ ബിയുടെ ഓപ്പോസിറ്റ് 50 ആണ്. എ സിയുടെ ഓപ്പോസിറ്റ് 50 ആയതുകൊണ്ട് എ ബിയുടെ ഓപ്പോസിറ്റും 50 തന്നെ വരും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആംഗിൾ എ എത്രയായിരിക്കും? എ ബി സി ഒരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ടോട്ടൽ 180 ആണ്. അപ്പം നമുക്ക് ഇത് 50 ഇത് 50 കൂടിയാണെങ്കിൽ 80 വന്നെങ്കിൽ മാത്രമേ ടോട്ടൽ 180 വരുള്ളൂ. അല്ലെങ്കിൽ 180 - 50 - 50, അപ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. നമ്മൾ ചോദിച്ചിരിക്കുന്ന ആംഗിൾ ഡി ആണ്. ഈ ആംഗിൾ എയും ആംഗിൾ ഡിയും തുല്യമാണ്. കാരണം എന്താ? ഇവർ രണ്ടുപേരും ബി ഇ സി എന്ന് പറയുന്ന ഒരേ ആർക്കിൽ തന്നെയാണ് ആംഗിൾ എയും ആംഗിൾ ഡിയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആംഗിൾ എ തന്നെയാണ് ആംഗിൾ ഡി. അപ്പോൾ ആംഗിൾ ഡിയുടെ വാല്യൂ 80 ആണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. നമുക്ക് ബി ഇ സി, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി ഇ സി? ബി ഇ സിയുടെ അളവ് എന്താണ്? നമുക്ക് നോക്കാം. ബി ഇ സി ഇതിൻ്റെ അളവ് എത്രയാണ്? നമുക്കറിയാം ഇതൊരു ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ടോട്ടല് 180. അപ്പം നമുക്ക് ഇവിടെ 80 ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് 180 - 80 100 എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാനും മക്കൾ ഒരിക്കലും മറക്കരുത്.